ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൽ സ്നേഹമുള്ളവരെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന വചനഭാഗം സുവിശേഷ വേലയെക്കുറിച്ചാണ്. ഈ കാലഘട്ടത്തിൽ ഏറ്റവും അനിവാര്യമായ ഒരു സംഗതി കർത്താവിൻ്റെ വചനത്തിലൂടെ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൽ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. നമ്മൾ എന്നും ഇങ്ങനെ വചനം കേട്ടിരിക്കുന്നവരാകാതെ കേൾക്കുന്ന വചനങ്ങളും നമുക്ക് ലഭിക്കുന്ന ദൈവാനുഭവങ്ങളും ദൈവത്തിൽ നമ്മളുടെ ആഴമായ വിശ്വാസമൊക്കെ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കേണ്ടതല്ലേ എന്നൊരു ചിന്ത ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമാണ്. എങ്കിലും ഒരു പുതിയ കാര്യം കർത്താവ് ഇതിലൂടെ നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. കർത്താവായ ദൈവമേ, ഈ വചന ശുശ്രൂഷയെ പങ്കെടുക്കുന്ന അങ്ങയുടെ ദാസിദാസന്മാരെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കണമേ. കർത്താവെ, കാലങ്ങളായി ധ്യാനങ്ങൾ കൂടിയും വചനം കേട്ടും പ്രാർത്ഥിച്ചും ശക്തി പ്രാപിച്ചിരിക്കുന്ന ഇവരെ ലോകമാകുന്ന വയലിലേക്ക് ഇറങ്ങി സുവിശേഷ വേല ചെയ്ത് അനേകം ആത്മാക്കളെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ ഒരഭിഷേകം ഈ വചന ശുശ്രൂഷയുടെ സമയത്ത് ഈ ദാസരുടെ മേൽ അവിടുന്ന് സമൃദ്ധമായിട്ട് വർഷിക്കണമേ എന്ന് ദാസൻ പ്രാർത്ഥിക്കുകയാണ്. പരിശുദ്ധാത്മാവെ, അവിടുന്ന് വരണമേ. പരിശുദ്ധാത്മാവെ, അവിടുന്ന് നിറയണമേ. ഇവരുടെ ഹൃദയങ്ങളെ തുറക്കണമേ. വചനത്തിൻ്റെ ഉൾപ്പൊരുൾ മനസ്സിലാകാൻ പാകത്തിന് വചനത്തിലൂടെ ദൈവം എന്താണ് ഇവരിൽ നിന്ന് ആവശ്യപ്പെടുന്നത് എന്ന് ഗ്രഹിക്കാൻ തക്കവിധം ഇവരുടെ മനസ്സിനെ തുറക്കണമേ. ഇവരുടെ ബോധ്യതലത്തെ ഉണർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ദൈവമേ സ്തോത്രം, ദൈവമേ നന്ദി. പരിശുദ്ധാത്മാവേ സ്തോത്രം. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവിലൂടെ ദൈവവചനത്തെ ഉദരത്തിൽ സ്വീകരിച്ച് വചനത്തെ ഗർഭം ധരിച്ച് വചനത്തെ മാംസം ധരിപ്പിച്ച് ലോകത്തിന് നൽകിയ പരിശുദ്ധ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. കർത്താവിനാൽ സ്നേഹിക്കപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമുക്ക് ശക്തമായിട്ട് നൽകുന്ന ഒരു ബോധ്യമാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. എൻ്റെയും നിങ്ങളുടെയും ഈ ലോകത്തിലെ ജീവിതം വെറുതെ ഒരു ക്രിസ്തീയ ജീവിതം നയിച്ച് തീർക്കാനുള്ള ഒന്നല്ല, മറിച്ച് വിശുദ്ധ ഗ്രന്ഥത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്ന കൽപ്പനകളെ, വചനങ്ങളെ പൂർത്തീകരിച്ച് ജീവിക്കാനുള്ള ഒരു ജീവിതമാണ്. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ബൈബിൾ നമുക്ക് ആവശ്യമുള്ള വചനഭാഗം മാത്രം എടുത്ത് അതനുസരിച്ച് ജീവിച്ചാൽ പോരാ. വിശുദ്ധ ബൈബിളിൽ കർത്താവ് നൽകിയിരിക്കുന്ന വചനങ്ങളെ പാലിക്കാനുള്ള ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കുമുണ്ട്. ഓരോ ക്രിസ്ത്യാനിയും സഭയിൽ, ക്രിസ്ത്യാനി എന്ന് വെച്ചാൽ ക്രിസ്തു വിശ്വസിക്കുന്ന ഓരോരുത്തരും അവർക്ക് ഈ ലോകത്ത് ചെയ്തു തീർക്കേണ്ട ഒരു ഉത്തരവാദിത്വമുണ്ട്. അവർ ഈ ഭൂമിയിൽ ചെയ്തു തീർക്കേണ്ട ഒരു കടമയുണ്ട്. അതെന്താണെന്നറിയാമോ? മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ വാക്യമാണ്. യേശു തൻ്റെ പ്രിയപ്പെട്ടവരോട് കൽപ്പിച്ചു, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് കൽപ്പിക്കുകയാണ്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. മനുഷ്യരോട് മാത്രമല്ല, എല്ലാ സൃഷ്ടിയോടും സുവിശേഷം പ്രസംഗിക്കണം. അതായത് നമ്മളൊരു കൺവെൻഷൻ പന്തലിൽ വചനം പ്രസംഗിക്കപ്പെടുമ്പോൾ എന്താ സംഭവിക്കുന്നത്? അത് നാനാ ജാതി മതസ്ഥർ കേൾക്കുന്നതോടൊപ്പം തന്നെ അവിടെയുള്ള ജീവജാലങ്ങളും അത് കേൾക്കുന്നുണ്ട് എന്ന സത്യം നിങ്ങൾ മറക്കരുത്. പ്രൈസ് ദി ലോർഡ്. അതാ കർത്താവ് പറഞ്ഞത്, എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം. അതിൽ പോകുന്ന ജീവജാലങ്ങളും മൃഗങ്ങളും സസ്യലതാദികളും പക്ഷികളും ഒക്കെയും ഈ വചനം കേൾക്കുന്നുണ്ട്. നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. പ്രിയപ്പെട്ടവരെ, അവരുടെ ഹൃദയത്തിൽ അതിൻ്റെ സന്തോഷമുണ്ട്, അവരുടെ ജീവിതത്തിൽ അതിൻ്റേതായ വ്യത്യാസം ഉണ്ടാവും. കാരണം ദൈവവചനത്തിൻ്റെ ശക്തി അത്ര വലുതല്ലേ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ഈ വചനം പൂർത്തിയാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ. എന്താ പ്രസംഗിക്കേണ്ടത്? സുവിശേഷം, മറ്റൊന്നുമല്ല. നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രസംഗിച്ചാൽ പോരാ, വചനം പ്രസംഗിക്കണം. യേശുക്രിസ്തുവിനെ കുറിച്ച് പ്രസംഗിക്കണം. എന്താ ലോകത്തിൻ്റെ സദ്വാർത്ത? ദൈവം മനുഷ്യർക്ക് നൽകിയ സന്തോഷത്തിൻ്റെ വാർത്ത എന്ന് പറഞ്ഞാൽ എന്താ? ദൈവം മനുഷ്യനായി ഭൂമിയിലേക്ക് അവതരിച്ചു. ദൈവം മനുഷ്യൻ്റെ പാപത്തിന് പരിഹാരം ചെയ്തു. ദൈവം മനുഷ്യൻ്റെ കൂടെ വസിച്ചു എന്നുള്ള സദ്വാർത്ത. ഹല്ലേലൂയ. സന്തോഷത്തിൻ്റെ വാർത്ത, രക്ഷയുടെ വാർത്ത, സൗഭാഗ്യത്തിൻ്റെ വാർത്ത. ദൈവം മനുഷ്യന് വേണ്ടി ഒരു സ്ഥലം ഒരുക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള സന്തോഷത്തിൻ്റെ വാർത്ത, സ്വർഗരാജ്യം. ഹല്ലേലൂയ. ഇതാണ് ഞാനും നിങ്ങളും പ്രഖ്യാപിക്കേണ്ടത്. അപ്പോൾ സുവിശേഷ പ്രസംഗിക്കുക എന്ന് പറയുന്നത് എന്തെങ്കിലും പ്രസംഗിക്കുകയല്ല, യേശുവിനെ പ്രസംഗിക്കുക, യേശുവിൻ്റെ വചനം പ്രസംഗിക്കുക എന്നുള്ള
അടിസ്ഥാന പ്രമാണത്തിൽ നിന്ന് വ്യതിചലിക്കാതെ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഒരു ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ക്രിസ്തുവിൽ ജീവിച്ചതുകൊണ്ടോ ക്രിസ്തു പറയുന്ന മറ്റു വചനങ്ങൾ മാത്രം പാലിച്ചതുകൊണ്ടോ ആ ജീവിതം ധന്യമായി തീരുന്നില്ല. ഈ വചനം നമ്മൾ പൂർത്തിയാക്കണം. നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കണം, സുവിശേഷം പറയണം. ഹല്ലേലൂയ. ഇതിനു വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ, വിശുദ്ധ ലൂക്കാ സുവിശേഷം 10-ാം അധ്യായം 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ. അവിടെ എന്താണ് കർത്താവ് ചെയ്യുന്നത്? യേശു വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന ഗ്രാമങ്ങളിലും നാട്ടിൻപുറങ്ങളിലും ഈ 2 പേരായി അവരെ തനിക്ക് മുൻപേ അയച്ചു. അവനവരോട് പറഞ്ഞു, വിളവധികം, വേലക്കാരോ ചുരുക്കം. വിളവധികമാണ്, വേലക്കാർ വളരെ ചുരുക്കമാണ്. അതിനാൽ വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. എന്നിട്ട് ഈശോ പറയാണ്, പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്താ കർത്താവ് പറഞ്ഞത്? പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാൽ പോരാ, വിളഭൂമിയിലേക്ക് വേലക്കാരെ അയക്കാൻ വിളവിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാനല്ല ഈശോ പറഞ്ഞത്. അത് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയുടെ ഒപ്പം തന്നെ ഒരു പ്രവൃത്തി ദൈവം നമ്മളിൽ നിന്ന് ആവശ്യപ്പെടുകയാണ്. അതിതാണ്, പോകുവിൻ, ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. ചെന്നായ്ക്കിടയിലേക്ക് കുഞ്ഞാടുകൾ എന്ന പോലെ നമ്മുടെ ദൈവം നമ്മളെ അയക്കുകയാണ് സഹോദരങ്ങളെ. ഈ കുഞ്ഞാട് പോയി ഈ ചെന്നായ്ക്കളോട് സുവിശേഷം പ്രസംഗിക്കാൻ. ചെന്നായി എന്ന് വെച്ചാൽ മോശമായൊരു അർത്ഥത്തിൽ എടുക്കരുത് പ്രിയപ്പെട്ടവരെ. ലോകമോഹങ്ങളിലും തിന്മയിലും ആത്മനാശത്തിൻ്റെ പാതയിലും സഞ്ചരിക്കുന്ന നമ്മുടെ സഹോദരങ്ങളെയാണ് ഈശോ സൂചിപ്പിച്ചത്. മനുഷ്യർ ഒരുപക്ഷെ മൃഗത്തിൻ്റെ സ്വഭാവമുള്ള ആളുകളുണ്ട്, പാപത്തിൽ പൂണ്ടുകിടക്കുന്ന ആളുകളുണ്ട്, രോഗത്തിൽ തകർന്ന ജീവിതങ്ങളുണ്ട്, ശാപഗ്രസ്തമായ ജീവിതം നയിക്കുന്നവരുണ്ട്, ഒരുപാട് തകർച്ചയിൽ കിടക്കുന്ന ജീവിതങ്ങളുണ്ട്. ആ ജീവിതങ്ങളോട് നീ ക്രിസ്തുവിൻ്റെ സദ്വാർത്ത അറിയിക്കാൻ കർത്താവ് നമ്മളെ ഏൽപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അതാണ് ഈശോ പറഞ്ഞത്, വിളവധികമാണ്. ലോകത്തിലേക്ക് നിങ്ങൾ നോക്കൂ. യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം, വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം 35-ാമത്തെ വാക്യം. അതിങ്ങനെയാണ്, 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? 4 മാസം കൂടി കഴിഞ്ഞാൽ വിളവെടുപ്പായി എന്ന് നിങ്ങൾ പറയുന്നില്ലേ? എന്നാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കണ്ണുകൾ ഉയർത്തി വയലുകളിലേക്ക് നോക്കുവിൻ. ദൈവം നമ്മളോട് പറയാണ്, കർത്താവ് നമ്മളോട് പറയാണ്, എന്നാൽ നിങ്ങൾ കണ്ണുകൾ ഉയർത്തി ലോകമാകുന്ന വയലിലേക്ക് നോക്കുവിൻ. അവ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. അവ വിളഞ്ഞ് കൊയ്ത്തിന് പാകമായിരിക്കുന്നു. കൊയ്യുന്നവന് കൂലി ലഭിക്കുകയും അവൻ നിത്യജീവനിലേക്ക് ഫലം ശേഖരിക്കുകയും ചെയ്യും. എന്തു കൊയ്ത്താണ് ദൈവം പറഞ്ഞത്? 2 കാര്യം ഇവിടെ കർത്താവ് പറയാണ്. ഒന്ന്, നീ കണ്ണുയർത്തി ലോകമാകുന്ന വയലിലേക്ക് നോക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, എന്ന് വെച്ചാൽ ഒരു സ്വാർത്ഥ ജീവിതമല്ല ദൈവം ഒരു വിശ്വാസിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത്. അവനും അവൻ്റെ ഭാര്യയും അവൻ്റെ മക്കളും അടങ്ങുന്ന ഒരു കൊച്ചു ജീവിതം, ഒരു വലിയ ഭവനം പണിത് ചുറ്റുമതിൽ കെട്ടി അതിൻ്റെ ഗേറ്റിൽ പട്ടിയുണ്ട് സൂക്ഷിക്കുക എന്ന് പറഞ്ഞ്, ഇങ്ങോട്ട് ആരും കയറണ്ട, ഞാൻ അങ്ങോട്ടും വരുന്നില്ല എന്ന് പറഞ്ഞ് അവിടുന്ന് ഇറങ്ങി നേരെ പള്ളിയിൽ പോയി വീട്ടിൽ വന്നു, അവനവൻ്റെ പറമ്പിൽ അധ്വാനിച്ചു. അങ്ങനൊരു ജീവിതം മാത്രമാണോ സഹോദരങ്ങളെ ദൈവം പ്രതീക്ഷിക്കുന്നത്? ആണോ? അതിനപ്പുറത്തേക്ക് നീ കണ്ണുയർത്തി ലോകമാകുന്ന വയലിലേക്ക് നോക്കുമ്പോൾ എന്താ നിനക്ക് മനസ്സിലാകുന്നത്? ലോകത്തിൽ മനുഷ്യൻ അനുഭവിക്കുന്ന ക്ലേശപൂർണമായ ജീവിതം കാണാൻ നിന്റെ ഉൾക്കണ്ണുകളെ ദൈവം തുറന്നു തരും. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അത് കാണുമ്പോൾ നിൻ്റെ ഉള്ളിലൊരു വേദന തോന്നും. ദൈവമേ, ഈ ലോകം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത്? ഈ മനുഷ്യൻ്റെ ആത്മാവ് ഈ പോക്ക് പോയാൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കും? അങ്ങനെ ഒരു ചിന്ത എൻ്റെ സഹജീവിയെക്കുറിച്ച് എൻ്റെ ഉള്ളിൽ ആഴപ്പെട്ട് വരുമ്പോൾ, എൻ്റെ ഉള്ളിൽ കിട്ടിക്കഴിയുമ്പോൾ അവനെ എങ്ങനെയെങ്കിലും രക്ഷിച്ച് സഹായിച്ച് എൻ്റെ കർത്താവിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരണം, സഭയിലേക്ക് കൊണ്ടുവരണം, നിത്യജീവനിലേക്ക് കൊണ്ടുവരണം എന്നൊരു ചിന്ത നിൻ്റെ മനസ്സിൽ വരും. ആ ചിന്തയുടെ ഫലമാണ് നീ ലോകത്ത് ചെയ്യുന്ന സുവിശേഷ വേല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്ന് വെച്ചാൽ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കുക, കണ്ണുയർത്തി ലോകമാകുന്ന വയലിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഒരു കാര്യം നമ്മളെ പഠിപ്പിക്കും. അതിതാണ്, ഇന്ന് നിൻ്റെ സഹജീവി, നിൻ്റെ കൂടപ്പറപ്പ്, നിൻ്റെ കുടുംബത്തിൽപ്പെട്ടവർ പോലും, നിൻ്റെ ഇടവകയിൽപ്പെട്ടവർ പോലും, നിൻ്റെ സഭയിൽപ്പെട്ടവർ പോലും, നിൻ്റെ കമ്മ്യൂണിറ്റിയിൽപ്പെട്ടവർ വലിയ ദുരിതത്തിലാണ് ജീവിക്കുന്നത്.
അവരുടെ ജീവിതത്തിലേക്ക് നീ കണ്ണുയർത്തി നോക്ക്. അനേകർ പാപത്തിൻ്റെ അടിമത്തത്തിലാണ്, അനേകർ രോഗത്തിൻ്റെ തകർച്ചയിലാണ്, അനേകർ ഒന്ന് പ്രാർത്ഥിക്കാൻ പോലും പറ്റാത്ത വിധത്തിൽ മാനസികവും ശാരീരികവുമായി വളരെ ഞെരുങ്ങുന്നവരാണ്. പ്രിയപ്പെട്ടവരെ, നമുക്കത് മനസ്സിലാക്കാൻ ഒരു കണ്ണ് വേണം. അതല്ലേ ഈശോ പറഞ്ഞത്? ഈശോ വിശ്രമിക്കാനായിട്ട് ഒരു സ്ഥലത്തേക്ക് പോയപ്പോൾ അവിടെ ചെന്ന് ഇറങ്ങിയ മാത്രയിൽ ഒരു ജനക്കൂട്ടത്തെ കണ്ടു. അവരെ കണ്ടപ്പോൾ എന്താ ബൈബിൾ എഴുതിയിരിക്കുന്നത്? അവൻ്റെ ഹൃദയത്തിൽ വലിയ അനുകമ്പ തോന്നി. കാരണം അവർ ഇടയിലില്ലാത്ത ആടുകളെ പോലെ പരിഭ്രാന്തരും നിസ്സഹായരുമായിരുന്നു. വിശ്രമിക്കാൻ വേണ്ടി അപ്പസ്തോലന്മാരെയും കൂട്ടി പോയതാണ് കർത്താവ്. പക്ഷെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എന്താ കർത്താവ് കണ്ടത്? കർത്താവ് ആ ജനക്കൂട്ടത്തെ കണ്ടപ്പോൾ ആ ജനക്കൂട്ടത്തോട് കർത്താവിന് അനുകമ്പ തോന്നി. അനുകമ്പ തോന്നാൻ പാകത്തിന് ആ ജനക്കൂട്ടത്തെ മനസ്സിലാക്കാൻ ഈശോയ്ക്ക് പറ്റിയില്ലേ? ആ ഒരു മനോഭാവമല്ലേ എനിക്ക് നിങ്ങൾക്കും വേണ്ടത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ സമൃദ്ധിയുടെ മടിത്തട്ടിൽ മയങ്ങുമ്പോൾ, സമൃദ്ധമായ ജോലിയുണ്ട്, പണമുണ്ട്, അത്യാവശ്യം നല്ല മക്കൾ, നല്ല വിദ്യാഭ്യാസം, സുഖകരമായ ജീവിതം, അതുമാത്രമാണോ? അതിലേക്ക് മാത്രം നോക്കിയിരുന്നാൽ നമ്മുടെ ക്രൈസ്തവ ജീവിതം ധന്യമായോ? അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ നോക്കണ്ടേ? അപ്പുറത്തേക്ക് നമ്മൾ ശ്രദ്ധിക്കണ്ടേ? അപ്പോഴല്ലേ അവൻ്റെ വേദന ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. കാര്യം യേശുക്രിസ്തു വിശ്രമിക്കാൻ പോയതാണെങ്കിലും അവിടെ ചെന്ന് ഇറങ്ങിയപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ അവസ്ഥ കണ്ടപ്പോൾ അവൻ്റെ മനോഭാവത്തിൽ വ്യത്യാസം വന്നില്ലേ? യേശുവിൻ്റെ മനോഭാവത്തിൽ വ്യത്യാസം വന്നില്ലേ? അവർ ഇടയനില്ലാത്ത ആടുകൾ. എന്താ ഇടയില്ലാത്ത ആടുകളെ പ്രത്യേകത? അവ ചിതറിക്കപ്പെടും. ചെന്നായ്ക്കൾ വന്നവരെ ആക്രമിക്കും, കുറുക്കന്മാർ അവരെ പീഡിപ്പിക്കും, നശിപ്പിക്കും, അവരെ ജീവൻ അപഹരിക്കും, കൊന്നുകളയും. ആ ആട്ടിൻകൂട്ടത്തെ നശിപ്പിച്ചു കളയും. എൻ്റെ സഹോദരങ്ങളെ, ഇടയില്ലാത്ത ആടുകളെ പോലെ അവർ നിസ്സഹായരും പരിഭ്രാന്തരുമാണെന്ന് മനസ്സിലാക്കിയ കർത്താവ് അവരോട് സുവിശേഷം പ്രസംഗിക്കുകയാണ്. അതിനിടയിലുള്ള രോഗികളെ സുഖപ്പെടുത്തിയാണ്. പ്രിയപ്പെട്ടവരെ, അതല്ലേ യോഹന്നാന്റെ സുവിശേഷം 4:35 കർത്താവ് പറഞ്ഞത്? നിങ്ങൾ കണ്ണുകൾ ഉയർത്തി ലോകമാകുന്ന വയലിലേക്ക് നോക്ക്, അപ്പോൾ ജനക്കൂട്ടത്തിൻ്റെ യഥാർത്ഥ ചിത്രം നിൻ്റെ മനസ്സിൽ പതിയാൻ ദൈവത്തിൻ്റെ ആത്മാവ് നിൻ്റെ ഹൃദയത്തിൻ്റെ ഉൾക്കണ്ണ് തുറക്കും. അപ്പം നിനക്ക് മനസ്സിലാവും നിൻ്റെ സഹജീവി എങ്ങനെയാണ് ജീവിക്കുന്നത്, അവരെത്ര കഷ്ടതയിലാണ് മുന്നോട്ട് പോകുന്നത്, അവരെത്ര വേദനയാണ് മുന്നോട്ട് പോകുന്നത്, അവരെത്ര പ്രയാസമാണ് അനുഭവിക്കുന്നത്. ഒരുപക്ഷേ ആത്മഹത്യയുടെ വക്കിലായിരിക്കാം നിൻ്റെ അയൽക്കാരൻ നിൽക്കുന്നത്, ഒരുപക്ഷെ കടക്കെണിയിലായിരിക്കാം നിൻ്റെ അയൽക്കാരൻ നിൽക്കുന്നത്. കാര്യം നമ്മളെ കാണുമ്പോൾ ചിരിക്കുന്നുണ്ടാകാം, ഒക്കെ ഉണ്ടാകാം പ്രിയപ്പെട്ടവർ. എങ്കിലും അവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നീറുന്ന ഒരുപാട് പ്രശ്നമുണ്ട്. ആര് എന്നെ സഹായിക്കുമെന്ന ചിന്തയുണ്ട്, ആര് എനിക്കൊരു ജീവൻ്റെ മാർഗം കാണിച്ചു തരുമെന്നൊരു ചിന്ത അവൻ്റെ ഉള്ളിൽ ഉണ്ട്. അവനോട് നീ ഈശോയെക്കുറിച്ച് പറയുമ്പോൾ, സുവിശേഷം പറയുമ്പോൾ അവന് ആശ്വാസം കിട്ടും. മത്തായിയുടെ സുവിശേഷം 11:28-29 എന്താ കർത്താവ് പറഞ്ഞത്? അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ഭാരവും വേദനയും വഹിക്കുന്ന വ്യക്തികളെ യേശുവിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന പ്രവൃത്തിക്കാണ് സുവിശേഷ വേല എന്ന് പറയുന്നത്. സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്ന പ്രവൃത്തി, ക്രിസ്തുവിലേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തി, വചനത്തിലേക്ക് കൊണ്ടുവരുന്ന പ്രവൃത്തി, നിത്യജീവൻ്റെ വഴി അവൻ്റെ മുമ്പിൽ തെളിച്ചു കൊടുക്കുന്ന പ്രവൃത്തിയല്ലേ സുവിശേഷ വേല? അവൻ ആശ്വാസം നൽകുന്ന ഒരു കാര്യം അവൻ്റെ മുമ്പിൽ അവതരിപ്പിക്കുന്നതല്ലേ സുവിശേഷ വേല? അവന് രക്ഷയ്ക്കുള്ള ഒരു മാർഗം അവന് പറഞ്ഞു കൊടുക്കുന്നതല്ലേ സുവിശേഷ വേല? അതൊരു മാഗസിൻ കൊടുക്കുന്നതായിരിക്കാം, ഒരു ബൈബിൾ കൊടുക്കുന്നതായിരിക്കാം, ഒരു ധ്യാനത്തിന് കൊണ്ടുപോകുന്നതായിരിക്കാം, അവന് വേണ്ടി ചരളുകളിൽ മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കാം. എന്തുമാകട്ടെ, എൻ്റെ പൊന്നു സഹോദരങ്ങളെ, നമ്മളത് ചെയ്യുമ്പോഴല്ലേ അവനത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ, അവനത് ഉൾക്കൊള്ളാൻ പറ്റുള്ളൂ. അപ്പോൾ അവൻ്റെ മുൻപിൽ രക്ഷയ്ക്കുള്ളൊരു മാർഗം നമ്മളായി തുറന്നു കൊടുക്കുകയാണ്. അവൻ്റെ മുമ്പിൽ സൗഖ്യത്തിനുള്ളൊരു മാർഗം നമ്മൾ തുറന്നു കൊടുക്കുകയാണ്. അവൻ്റെ മുമ്പിൽ അവൻ അനുഭവിക്കുന്ന പാപ ശാപ രോഗ ബന്ധനത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം നമ്മൾ അവന് നിർദ്ദേശിച്ചു കൊടുക്കുകയാണ്. ഇതിൽ കൂടുതൽ എന്ത് നന്മയാണ് സഹോദരങ്ങളെ ഭൂമിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത്? പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പഠിപ്പിച്ചത്, നിങ്ങൾ ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും ഈ സുവിശേഷം പ്രസംഗിക്കണം. ഹല്ലേലൂയ, പ്രൈസ് ദ ലോർഡ്. അത് കർത്താവിൻ്റെ വചനമാണ് നമ്മളെ പഠിപ്പിച്ചത്. ഈ വചനം അനുസരിക്കാനുള്ള ഒരു ബാധ്യത എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അത് ചെയ്യാത്തത് എൻ്റെയും സമൂഹത്തിൻ്റെയും ദുരിതത്തിന് കാരണമായി തീരുമെന്ന് വിശുദ്ധ പൗലോസ് പഠിപ്പിക്കുന്നുണ്ട്. കൊരിന്തോസ്യർക്ക് എഴുതിയ 1-ാം ലേഖനം 9-ാം അധ്യായം 16-ാമത്തെ വാക്യം അതിങ്ങനെയാണ് പഠിപ്പിക്കുന്നത്: ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. എന്നെ ശ്രവിക്കുന്ന ദൈവജനമേ, ഈ വചനം നിങ്ങളൊന്ന് കേൾക്കുക. നൂറ്റാണ്ടുകൾക്ക് മുൻപ് ദൈവത്തിൻ്റെ ആത്മാവ്
നമ്മളോട് പറയാൻ പൗലോസ്ലീഹായിലൂടെ എഴുതി വെച്ച വചനം നിങ്ങൾ കേൾക്കുക. അതായത് ആ ധീര പടയാളി പറയാണ്, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഞാനത് ചെയ്യുന്നെങ്കിൽ, ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹങ്കരിക്കാൻ വകയില്ല. അതെൻ്റെ കടമയാണ്, അതെൻ്റെ കടമയാണ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം സഹോദരങ്ങളെ? യേശു ക്രിസ്തുവിൻ്റെ രക്ഷ കുടുംബത്തിലും ജീവിതത്തിലും സ്വന്തമാക്കിയ ഓരോ വ്യക്തിയിലും ദൈവം നിക്ഷേപിച്ചിരിക്കുന്ന ഉത്തരവാദിത്തമാണ്. അവൻ അനുഭവിച്ച രക്ഷ, അവൻ അനുഭവിച്ചറിഞ്ഞ യേശു ക്രിസ്തുവിനെ അതറിയാത്തവർക്ക് കൊടുക്കുക എന്നുള്ളത്. അത് നിൻ്റെ കടമയാണ്, അത് നിൻ്റെ ഉത്തരവാദിത്തമാണ്. ഇതിൽ നിന്ന് വിശ്വാസികളായ ആർക്കും ഒഴിവില്ല എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ഒരു മനുഷ്യന് പോലും. ഹല്ലേലൂയ. അതിന് പ്രായമില്ല, അതിന് ഇന്ന കാറ്റഗറിയിൽപ്പെട്ട ആളെന്നില്ല. നമ്മളൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് കുറച്ച് അച്ഛന്മാരുടെയും കുറച്ച് സിസ്റ്റേഴ്സിൻ്റെയും മാത്രം ഉത്തരവാദിത്തമാണോ ഇത്? അല്ല പ്രിയപ്പെട്ടവരെ. മാമോദീസ ജലം തലയിൽ വീണ നമ്മൾ ഓരോരുത്തരും സഭയിൽ ദൈവരാജ്യത്തിൽ അംഗങ്ങളാണ്. സ്ഥൈര്യപരം എന്ന കൂദാശ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാനും നിങ്ങളും കത്തോലിക്ക സഭയിൽ ആരായിന്നറിയാമോ? ക്രിസ്തുവിൻ്റെ രാജ്യത്തിനു വേണ്ടി പടവെട്ടേണ്ട പടയാളിയായി മുദ്ര ചാർത്തി. ക്രിസ്തുവിൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി അധ്വാനിക്കേണ്ട ഒരു ധീര പടയാളിയായി എന്നെയും നിങ്ങളെയും മുദ്രിതമാക്കിയ ഒരു കൂദാശയാണ് സ്ഥൈര്യലേപനം. നിങ്ങൾക്കറിയാമോ അത്? ആ കൂദാശയിലൂടെ ഞാനും നിങ്ങളും ദൈവരാജ്യത്തിന് വേണ്ടി അധ്വാനിക്കേണ്ട ഒരു പടയാളിയാണ്. നമ്മൾ ഉറക്കം തൂങ്ങിയാലോ, നമ്മൾ ശ്രദ്ധിക്കാതിരുന്നാലോ ദൈവരാജ്യത്തിൻ്റെ മക്കൾ നഷ്ടപ്പെട്ടു പോകും. ദൈവരാജ്യം അതിൻ്റെ വിസ്തൃതി ഇല്ലാതായിത്തീരും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്ക് കർത്താവിൻ്റെ ഈ വചനത്തെ മുറുകെ പിടിച്ച് ഈ ഭൂമിയെ, ഈ ലോകത്തെ ക്രിസ്തുവിന് വേണ്ടി നേടാൻ അധ്വാനിക്കേണ്ട കാലഘട്ടമാണ്. കാരണം തിന്മ മറ്റേത് കാലഘട്ടത്തേക്കാൾ കൂടുതൽ നമ്മുടെ ജീവിതത്തിലും ലോകത്തും പടർന്ന് പന്തലിച്ചുകൊണ്ടിരിക്കുക. സാത്താൻ അലറുന്ന സിംഹത്തെ പോലെ ആരെയാണ് വിഴുങ്ങേണ്ടെന്നറിയാതെ ലോകത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടിരിക്കുകയാണ്. അവൻ അനേകം ആത്മാക്കളെ അവൻ്റെ രാജ്യത്തിലേക്ക് നേടാൻ വേണ്ടി കിണഞ്ഞു പരിശ്രമിക്കുകയാണ്. അവൻ രാവും പകലും പരിശ്രമിക്കുകയാണ് അവൻ്റെ രാജ്യത്തിൻ്റെ വിസ്തൃതിക്ക് വേണ്ടി. ദൈവമക്കളായ നമ്മൾ ഉറങ്ങിയും ഉണ്ടും സുഖിച്ചും സുഖലോലുതയിലും ജീവിച്ചാൽ ദൈവരാജ്യം വളരുമോ? ഏൽപ്പിക്കപ്പെട്ട നമ്മൾ ആ ഉത്തരവാദിത്വം ചെയ്യാത്തത് കൊണ്ടല്ലേ സാത്താൻ ഇന്ന് ഈ ഭൂമിയിൽ അനേകം ആത്മാക്കളെ നേടിക്കൊണ്ടു പോകുന്നത്? അതുകൊണ്ട് എൻ്റെ സഹോദരങ്ങളെ, നമ്മളിങ്ങനെ എന്നും ധ്യാനം കൂടി ഇരുന്നാൽ മതിയോ? അവനവൻ്റെ കാര്യത്തിന് വേണ്ടി മാത്രം എന്നും പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നാൽ മതിയോ? അതാണോ ദൈവം നമ്മൾ ഇന്ന് കാണുന്ന സ്വപ്നം? പ്രിയപ്പെട്ടവരെ, നമ്മളറിഞ്ഞ ക്രിസ്തുവിനെ, നമ്മൾ അനുഭവിച്ച ദൈവസ്നേഹത്തെ, നമ്മൾ അനുഭവിച്ച രക്ഷയെ ലോകത്തോട് മുഴുവൻ വിളിച്ചു പറയാൻ ഒരു ഉത്തരവാദിത്വം എനിക്കും നിങ്ങൾക്കും ഉണ്ട്. അതുകൊണ്ടാണ് ജെറൂസലേം മുതൽ ഇല്ലിരിക്കോൺ വരെ കാലുവെന്ത പട്ടി പായുന്നത് പോലെ നമ്മുടെ പൗലോസ് പാഞ്ഞു. ആർക്കു വേണ്ടിയ സഹോദരങ്ങളെ? ഈ സുവിശേഷത്തിന് വേണ്ടി. റോമൻ സാമ്രാജ്യത്തിൻ്റെ പൗരസ്ത്യ ദേശം കംപ്ലീറ്റ് ഓടി നടന്നൊരു മനുഷ്യനാണ് ഈ പൗലോസ്. അദ്ദേഹത്തിൻ്റെ വാക്കാണ് നമ്മൾ കേട്ടത്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ, അദ്ദേഹത്തിൻ്റെ വാക്കല്ല, അദ്ദേഹത്തിലൂടെ ദൈവം സംസാരിച്ചത്. എന്താ അത്? ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ അതിൽ എനിക്ക് അഹംഭാവത്തിന് വകയില്ല, അതെൻ്റെ കടമയാണ്. നോക്കൂ, ഒരു വിശ്വാസിയുടെ തിരിച്ചറിവ്. യേശു ക്രിസ്തുവിനെ രക്ഷകനും നാഥനും കർത്താവുമായി സ്വീകരിച്ച ഏതൊരു വ്യക്തിക്കും, ദൈവാനുഭവത്തിൽ വളരാൻ പറ്റിയ ഏതൊരു വ്യക്തിക്കും ഈ ഉത്തരവാദിത്വമുണ്ട്. അതെൻ്റെ കടമയാണ്. അതൊരു കൊച്ചുകുട്ടിയായാലും ശരി, അതെൻ്റെ കടമയാണ്. അത് പ്രായമായ ആളായാലും ശരി, അതെൻ്റെ കടമയാണ്. യുവാവായാലും യുവതിയായാലും ശരി, മധ്യവയസ്കരായാലും ശരി, അതെൻ്റെ കടമയാണ്. പൗലോസിലൂടെ ദൈവം പറഞ്ഞ അതാണ്, അതെൻ്റെ കടമയാണ്. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നെങ്കിൽ എനിക്ക് അഹങ്കരിക്കാൻ ഒരു വകയില്ല. ഈ വചന ശുശ്രൂഷ ചെയ്യുന്ന എനിക്ക് അഹങ്കരിക്കാൻ ഒരു വകയില്ല. ഒരു ക്രിസ്ത്യാനിയായി സഭയിൽ എന്നെ പോറ്റി വളർത്തിയ എൻ്റെ ദൈവത്തോടുള്ള നന്ദി, കടപ്പാട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നു, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് വേറെ കാര്യങ്ങളില്ല. ചെയ്യുന്നില്ലെങ്കിലോ എനിക്ക് ദുരിതം. ഞാൻ സുവിശേഷം പ്രസംഗിക്കുന്നില്ലെങ്കിൽ എനിക്ക് ദുരിതം. ഇത് മനസ്സിലാക്കിയ പൗലോസ്ലീഹായാണ് റോമൻ സാമ്രാജ്യത്തിൻ്റെ പൗരസ്ത്യ ദേശം മുഴുവനും ചുറ്റി നടന്ന് സുവിശേഷത്തിന് വേണ്ടി പാഞ്ഞത്. അതോ അദ്ദേഹത്തിന് ലോകദൃഷ്ടിയാൽ നേട്ടങ്ങളായിരുന്നതിനെ എല്ലാം ലോകം ഇന്ന് ബഹുമാനിക്കുന്ന സകലതും ഉച്ഛിഷ്ടം പോലെ കരുതിയിട്ട് ആ പാവപ്പെട്ട മനുഷ്യൻ്റെ യാത്ര അപകടങ്ങളിലും അനർത്ഥങ്ങളിലും മരണത്തിലും വലിയ ഞെരുക്കത്തിലും പ്രയാസത്തിലും ജാഗരണത്തിലും അദ്ദേഹം സകലതിനെയും അവഗണിച്ച് ക്രിസ്തുവിനെ നേടാനും ക്രിസ്തുവിനെ കൊടുക്കാനും വേണ്ടിയുള്ള അദ്ദേഹത്തിൻ്റെ ഓട്ടം. പ്രിയപ്പെട്ടവരെ, ഈ വചനം കേൾക്കുന്ന നിങ്ങൾക്ക് ഈ ഉത്തരവാദിത്തം ഇല്ലേ? എത്രയോ വർഷമായി
വലിയ ദൈവാനുഭവത്തിലേക്ക് വന്നിട്ട് എന്തുകൊണ്ടാണ് സഹോദരങ്ങളെ ഇന്ന് പലരും ധ്യാനം കൂടിയിട്ടും നവീകരണത്തിൽ വന്നിട്ടും നിലനിൽക്കാതെ പോകുന്നത്? അവർ കിട്ടിയതെല്ലാം മൂടി വെച്ചു. അവർ കിട്ടിയ ദൈവാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്ന കാര്യത്തിൽ അവർക്ക് ലജ്ജ, അവർക്ക് നാണം. ലൂക്കാ സുവിശേഷം 9:26 എന്നാണെന്നറിയാമോ? മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ എൻ്റെ പിതാവിൻ്റെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. കണ്ടോ? സുവിശേഷത്തെ പ്രതിയോ ക്രിസ്തുവിനെ പ്രതിയോ ലജ്ജിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വത്തിൽ പിതാവ് വരുമ്പോൾ നമ്മളെക്കുറിച്ചും ലജ്ജിക്കും. നമ്മളെക്കുറിച്ച് ഒരുവൻ എന്നെക്കുറിച്ചോ എൻ്റെ വചനങ്ങളെക്കുറിച്ചോ ലജ്ജിച്ചാൽ അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെ പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ ലജ്ജിക്കും. ഇത് ലജ്ജിക്കേണ്ട സംഗതിയാണോ സഹോദരങ്ങളെ? ഇത് നാണിക്കേണ്ട സംഗതിയാണോ? നമ്മൾ വിശ്വസിക്കുന്ന, നമുക്ക് ജീവൻ തന്ന, നമ്മളെ വീണ്ടെടുത്ത നമ്മുടെ കർത്താവിനെക്കുറിച്ച് അഭിമാനപൂർവ്വം ലോകത്തോട് പ്രഖ്യാപിക്കേണ്ട സമയമല്ലേ ഇത്? പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നിന്റെ കുടുംബത്തിന് രക്ഷ നൽകിയ ദൈവം, നിനക്ക് രക്ഷ നൽകിയ ദൈവം. നമ്മുടെ പഴയ കാലങ്ങളെക്കുറിച്ച് ചിന്തിച്ച് നോക്കൂ. ആ അവസ്ഥയിൽ നിന്ന് നമുക്കൊരു വിടുതലും ഒരു മോചനവും നൽകിയ നമ്മുടെ കർത്താവിനെ പ്രതി നമ്മൾ ലജ്ജിക്കാൻ പാടുണ്ടോ? സുവിശേഷത്തെ പ്രതി ലജ്ജിക്കാൻ പാടുണ്ടോ? ആരെങ്കിലും മറ്റുള്ള മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ ഞാനും ഏറ്റുപറയും. ഈ ഏറ്റുപറച്ചിൽ നമ്മൾ ചെയ്യുമ്പോൾ പിതാവിൻ്റെ മഹത്വത്തിൽ വരുമ്പോൾ നമ്മളെക്കുറിച്ച് ദൈവം യേശുക്രിസ്തു ഏറ്റുപറയും. പ്രൈസ് ദ ലോർഡ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലജ്ജ, അപമാനം, നിന്ന ഇതൊക്കെ മാറ്റിവെച്ചിട്ട് എൻ്റെ ജീവിതത്തിൽ പ്രവർത്തിച്ച എൻ്റെ ദൈവത്തെക്കുറിച്ച്, സർവശക്തനായ എൻ്റെ കർത്താവിനെക്കുറിച്ച് അറിയാത്ത അനേകം ജാതികളോട് നമ്മൾ പറയേണ്ട കാലഘട്ടമാണിത്. യേശുക്രിസ്തുവിനെ അറിയാത്തവരും യേശുക്രിസ്തുവിൽ വിശ്വാസമില്ലാത്തവരും ലോകത്ത് ഒരുപാടുണ്ടെന്ന് നമുക്കറിയാം. അവരോട് ആര് പറയുന്ന സഹോദരങ്ങളെ? വിശ്വാസികളായി നമ്മൾ പറയണം. നമ്മൾ നമ്മുടെ കർത്താവിനെക്കുറിച്ച് ഭയം കൂടാതെ, നമ്മുടെ യേശുക്രിസ്തുവിനെക്കുറിച്ച് യാതൊരു ഭയവും യാതൊരു ലജ്ജയും കൂടാതെ, സാഹചര്യം അനുകൂലമാണെങ്കിലും പ്രതികൂലമാണെങ്കിലും സധൈര്യം നമ്മുടെ കർത്താവിനെ പ്രഘോഷിക്കേണ്ട ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. കാരണം ഇന്ന് യേശുവിന് വേണ്ടി ധാരാളം പേര് ദാഹിക്കുകയാണ്. അനേകം ജാതികൾ കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അനേകം ജാതികൾ ഇന്ന് കർത്താവിന് വേണ്ടി ദാഹിക്കുന്ന ഒരു കാലഘട്ടത്തിൽ പ്രൈസ് ദ ലോർഡ് പറയാൻ നമ്മൾ തയ്യാറാണെങ്കിൽ സ്വീകരിക്കാൻ ജനഹൃദയങ്ങളെ നമ്മുടെ കർത്താവ് ഒരുക്കും. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലോകത്തോട് സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് നമ്മളെ ക്ഷണിക്കുകയാണ്. ദൈവത്തെ അറിയാത്ത, ദൈവത്തിൽ ജീവിക്കാത്ത, ക്രിസ്തുവിനെ അനുഭവിച്ചറിയാത്ത കോടിക്കണക്കിന് മനുഷ്യരോട് യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവ് നമ്മൾ ക്ഷണിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് മലയാളികൾ പോയിട്ടുണ്ട്. അവിടെ എല്ലാം സുവിശേഷം പ്രസംഗിക്കാൻ ഒരു വിളി നിങ്ങളുടെ ഹൃദയത്തിലുണ്ടാകണം. ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തരുടെ ഹൃദയത്തിൽ ഈ വചനം ഉണ്ടാകണം. റോമാലേഖനം അതിൻ്റെ 10-ാം അധ്യായം 14-ാമത്തെ വാക്യം അതിങ്ങനെയാണ്: ഒരിക്കലും കേട്ടിട്ടില്ലാത്തവനിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗമില്ലാതെ എങ്ങനെ കേൾക്കും? ഒരിക്കലും കേട്ടിട്ടില്ലാത്തവരിൽ എങ്ങനെ വിശ്വസിക്കും? പ്രസംഗമില്ലാതെ എങ്ങനെ കേൾക്കും? അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ പറയുമ്പോൾ അത് കേൾക്കുന്നവരിൽ വിശ്വാസം ഉണ്ടാകും. നമ്മൾ പ്രഖ്യാപിക്കുമ്പോൾ അത് കേൾക്കുന്നവരിൽ വിശ്വാസം ജനിക്കും. ആ വിശ്വാസം അവരെ വലിയ വിളിച്ചപേക്ഷയിലേക്ക് നയിക്കും. അതിൻ്റെ റോമ 10:17, അതായത് വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നാണ് ഉണ്ടാകേണ്ടത്. വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ് ഉണ്ടാകേണ്ടത്. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. നമുക്ക് കർത്താവിനെക്കുറിച്ച് പറയാം, നമ്മുടെ യേശുവിനെക്കുറിച്ച് പറയാം, രക്ഷയുടെ വചനം ലോകത്തെ പ്രഖ്യാപിക്കാം. നമ്മളെ വിശ്വാസത്തിലേക്ക്, രക്ഷയിലേക്ക് നയിച്ച ഈ കർത്താവിനെക്കുറിച്ച് ധൈര്യപൂർവ്വം ലോകത്തോട് പ്രഖ്യാപിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. അപ്പോസ്തല പ്രവർത്തനം 1:8. പരിശുദ്ധാത്മ വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. യൂദായിലും ജെറൂസലേമിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും അവർ ക്രിസ്തുവിന് സാക്ഷ്യം വഹിച്ചു. ദൈവത്തിൻ്റെ ആത്മാവിനെ സ്വീകരിച്ച് നമുക്ക് ഈ സാക്ഷ്യം വഹിക്കാൻ കൃപ ദൈവം ഇന്ന് പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. ആകയാൽ വിശ്വാസം കേൾവിയിൽ നിന്നും, കേൾവി ക്രിസ്തുവിനെ പറ്റിയുള്ള പ്രസംഗത്തിൽ നിന്നുമാണ്. വിജാതിയർ കർത്താവിനെ സ്വീകരിക്കുന്നത് നിൻ്റെ പ്രവൃത്തി വഴിയാണ്, നിൻ്റെ പ്രസംഗം വഴിയാണ്, സുവിശേഷ വേല വഴിയാണ്. അതിന് നമുക്ക് നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും സജ്ജമാക്കി ഒരുക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് വന്നു കഴിയുമ്പോൾ ശക്തി പ്രാപിച്ച് ഇത് ചെയ്യാനുള്ള അനുഗ്രഹം നമുക്ക് ദൈവം തരും. ജെറൂസലേമിലും യൂദായിലും സമറിയായിലും ലോകത്തിൻ്റെ അതിർത്തികൾ വരെയും സുവിശേഷം പ്രസംഗിക്കാൻ കർത്താവായി ദൈവം നിങ്ങളെ സജ്ജമാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവം സമൃദ്ധമായി അതിലുള്ള കൃപ നിങ്ങളിലേക്ക് ചൊരിയട്ടെ. വരദാനങ്ങൾ കൊണ്ട് നിങ്ങളെ നിറയ്ക്കട്ടെ. പരിശുദ്ധാത്മാവായ ദൈവമേ, ഈ ശുശ്രൂഷയിൽ പങ്കെടുത്ത സകലരും ഇപ്പോൾ പരിശുദ്ധാത്മാവിനെ നിറഞ്ഞ് ലോകത്തിൽ സുവിശേഷത്തിൽ സാക്ഷ്യം വഹിക്കുന്ന വ്യക്തികളായി രൂപാന്തരപ്പെടട്ടെ. ആമേൻ.